ഹായ് ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് നിങ്ങളുടെ പേഴ്സൺ രാത്രി നിങ്ങളെ പറ്റി എന്താണ് ചിന്തിക്കുന്നത് എന്ന് നോക്കാം. ആദ്യം കാർഡൊന്ന് ഷഫിൾ ചെയ്യട്ടെ കേട്ടോ. ഫസ്റ്റ് വന്ന കാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾ എന്ന് പറയുന്ന കാർഡാണ്. നിങ്ങളുടെ പേഴ്സൺ ഒത്തിരി നിങ്ങളുടെ കാര്യം ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ ഒത്തിരി പ്രയത്നിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളും ആ പേഴ്സണും തമ്മിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പാണ് കാണിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പേഴ്സൺ എന്തായാലും നിങ്ങളുടെ അടുത്തേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് ആ പേഴ്സൺ. പക്ഷേ നിങ്ങളുടെ അടുത്തേക്ക് എന്തായാലും ആ പേഴ്സൺ വരും. കാരണം നിങ്ങളുടെ പേഴ്സണ് രാത്രി ടൈമിൽ ഒത്തിരി നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. 2 ഓഫ് കപ്സ് എന്ന് പറയുന്ന കാർഡാണ്. നിങ്ങൾ തമ്മിൽ ഒരുമിച്ചൊരു നല്ലൊരു ജീവിതം ഉണ്ടാവാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ കുറച്ച് പേര് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാണുന്നുണ്ട്. അങ്ങനെയുള്ളവരെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ എന്തായാലും നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യും. കാരണം ആ പേഴ്സണ് നിങ്ങൾ അങ്ങോട്ട് പോയി കോണ്ടാക്റ്റ് ചെയ്യരുത്. നിങ്ങൾ ഇവിടെ ക്ഷമയോട് കൂടി കാത്തിരിക്കണം നിങ്ങളുടെ പേഴ്സണ് വേണ്ടിയിട്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് എന്തായാലും വരും. പയ്യാണ് വരുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് പേർക്ക് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പാണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ വെച്ചാൽ നിങ്ങൾക്ക് എന്തായാലും ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങളുടെ പേഴ്സൺ എന്തായാലും തരും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു നിങ്ങൾ ഒത്തിരി റിലേഷൻഷിപ്പിന് വേണ്ടി ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് എന്തായാലും ഒരു കമ്മിറ്റ്മെൻറ്റ് ഉറപ്പായിട്ടും എന്തായാലും ഉണ്ടാവും ഇവിടെ. കാരണം നിങ്ങൾ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങൾക്ക് സക്സസ് ആയതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ്. പക്ഷേ ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചിലവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ പേഴ്സൺ തമ്മിൽ അങ്ങനെ അധികം കോണ്ടാക്റ്റ് ഒന്നും ഇല്ല. ഒത്തിരി നാളായി ഇവർ തമ്മിൽ കോണ്ടാക്റ്റ് ചെയ്തിട്ട് അങ്ങനെയാണ്. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ എന്തായാലും നിങ്ങളുടെ അടുത്തേക്ക് എന്തായാലും വരും. ടെമ്പറൻസ് എന്ന് പറയുന്ന കാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പേഷ്യൻസോട് കൂടി ക്ഷമയോട് കൂടി കാത്തിരിക്കണം. അല്ലാണ്ട് തിരക്ക് പിടിച്ചിട്ട് യാതൊരു കാര്യമില്ല. നിങ്ങൾ ക്ഷമയോട് കൂടി കാത്തിരിക്കുക. നിങ്ങൾ ആ പേഴ്സൻ്റെ അടുത്ത് പോയിട്ട് അങ്ങോട്ട് പോയി കോണ്ടാക്ട് ചെയ്യരുത്. ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ എന്തായാലും വരും. കാരണം ഇവിടെ എന്തായാലും ഫ്യൂച്ചറിൽ നിങ്ങൾ ക്ഷമയോട് കൂടി കാത്തിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എന്തായാലും നിങ്ങളായിട്ടൊരു കമ്മിറ്റ്മെൻറ്റ് ഉറപ്പായിട്ടും ഉണ്ടാവും. ഇപ്പം ഈ പേഴ്സൺ ഇത്തിരി തിരക്കാണ്. കാരണം ഈ പേഴ്സൺ ജോലിപരമായിട്ടാണെങ്കിലും ഇത്തിരി തിരക്കാണ്. അപ്പോൾ നിങ്ങൾ ക്ഷമയോട് കൂടി കാത്തിരിക്കുക. നിങ്ങൾ തമ്മിൽ എന്തായാലും ഇവിടെ ഒരുമിക്കും. വലിയ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിച്ചാൽ മതി. നിങ്ങൾക്ക് എന്തായാലും കമ്മിറ്റ്മെൻറ്റ് എന്തായാലും ഉറപ്പായിട്ടുണ്ടാവാം. പക്ഷെ നിങ്ങൾ ക്ഷമയോട് കൂടി കാത്തിരിക്കണം ഇവിടെ. റീഡിങ് റെസണേറ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇത് ജനറൽ റീഡിംഗ് ആണ്. കുഴപ്പമില്ല. നിങ്ങളെല്ലാവരും പോസിറ്റീവായി ചിന്തിക്കുക. നെഗറ്റീവ് കാര്യങ്ങൾ ലൈഫിലോട്ട് അട്രാക്റ്റ് ചെയ്യേണ്ടത്. പിന്നെന്ന് വെച്ചാൽ നിങ്ങൾ ആ പേഴ്സണ് പോയിട്ട് മെസ്സേജ് അയക്കരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ആ പേഴ്സൻ്റെ സിറ്റുവേഷൻ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾ പോയി പെട്ടെന്ന് മെസ്സേജ് അയക്കുകയാണെങ്കിൽ ആ പേഴ്സൺ ചിലപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ദേഷ്യത്തിലായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ആ പേഴ്സൺ ഇത്തിരി ഈഗോ ഉണ്ട് കേട്ടോ. പക്ഷേ പേഴ്സൺ നല്ലൊരു പൊസിഷനിലാണ് നിൽക്കുന്ന ഒരു പേഴ്സണാണ്. കാരണം എന്ന് വെച്ചാൽ നല്ലൊരു പൊസിഷനിലായിരിക്കും ആ പേഴ്സൺ വർക്ക് ചെയ്യണത്. പക്ഷേ ഈ പേഴ്സൺ എന്തായാലും ഉറപ്പായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും ഫൈനലി. പക്ഷെ നിങ്ങളിവിടെ ക്ഷമയോട് കൂടി കാത്തിരിക്കണം. നിങ്ങൾ ആ പേഴ്സണെ ഇറിറ്റേറ്റ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ക്ഷമയോട് കൂടി കാത്തിരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിൽ ഫ്യൂച്ചറിലാണെങ്കിലും നിങ്ങൾ തമ്മിൽ മാരേജ് ചെയ്യും. നിങ്ങൾ ക്ഷമയോട് കൂടി കാത്തിരിക്കുക. വെയിറ്റ് ചെയ്യുക. നിങ്ങൾ പോസിറ്റീവായിട്ട് എല്ലാവരും ഇരിക്കുക. താങ്ക് യു.